ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് ദേവര സിനിമയുടെ എന്റെ റീക്രിയേഷൻ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവര് ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ദേവര സിനിമയുടെ വേൾഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പാർട്ടിലൂടെ ആ വേൾഡിനെ നമ്മൾ കൂടുതൽ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. സോ ടൈം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വടംവലി വിജയിച്ചതിന് ശേഷം വര തന്റെ ഫ്രണ്ട്സിനോടൊപ്പം ജാൻവിയുടെ ഒപ്പം ഒക്കെ ജോളിയായിട്ട് നടക്കുന്നതും ശിവ അവനെ പിന്തുടർന്ന് നടക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ശിവ തന്റെ ടീമിനോട് ഇവന്റെ പോലുള്ള കണ്ണുകളാണ് അന്ന് ഡാൻസ് ക്ലബ്ബിൽ വന്ന ഹിറ്റ് ഗ്രൂപ്പിൽ ഒരാൾക്ക്, അത് ഇവൻ തന്നെയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ നിന്ന് നമുക്ക് അവനെ പിടിക്കാനോ ചോദ്യം ചെയ്യാനോ ആകില്ല. തൽക്കാലം നമ്മൾ ചരക്ക് കടത്താൻ വന്ന ഡീലേഴ്സ് ആണെന്ന് ഐഡന്റിറ്റി എടുക്കാം. അതിന് മുന്നേ നമുക്ക് ഇവിടുത്തെ ബൈരേനെ ഒന്ന് കാണണമെന്ന് ശിവ തന്റെ ഗ്യാങ്ങിനോട് പറയുന്നു. ഈ സമയം ബൈരയോട് വടംവലിയിൽ നമ്മൾ തോറ്റ കാര്യം ഒരു ശിഷ്യം വന്ന് പറയുകയാണ്. അവര് നിൽക്കുന്നിടത്തേക്ക് ബൈര നടന്നു ചെല്ലുന്നു. വടം വലിച്ച 6 പേരും ബൈരയുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കുകയാണ്. ഈ സമയം തന്നെ ശിവയും ഗ്യാങ്ങും അവിടേക്ക് കയറി വരുമ്പോൾ ശിവ കാണുന്നത് ബൈര വാടം വലിച്ച 6 പേരെയും മുട്ടുകുത്തിച്ച് നിർത്തി ചാട്ടവാറും വെച്ച് അടിക്കുന്നതാണ്. അവരാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിന്ന് അടി കൊള്ളുകയാണ്. അതിനുശേഷം ശിവ ബൈരയോട് 5 ദിവസം മുന്നേ നിങ്ങൾ കടത്തി തന്ന കണ്ടെയ്നർ എന്റെ ആയിരുന്നു, നമുക്ക് ഈ ഇടനിലക്കാരെ ഒഴിവാക്കിയിട്ട് ഒരുമിച്ച് ചരക്ക് കടത്താന്ന ഡീല് ബൈരോട് പറയുന്നു. ഞങ്ങൾ അവസാനമായിട്ട് ചരക്ക് കടത്തിയത് 12 വർഷങ്ങൾക്ക് മുന്നാണ്. നിങ്ങൾ പറയുന്ന 5 ദിവസം മുമ്പ് കടത്തിയ ചരക്കും ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞങ്ങൾക്ക് ചരക്ക് കടത്താൻ വേറെ ആരുടെയും ആവശ്യമില്ല. അതുകൊണ്ട് ഇനി എന്റെ മുന്നിൽ നിങ്ങളെ കാണുന്നതിന് മുന്നേ ഈ കര വിട്ടോളാൻ ശിവയോടും ടീമിനോടും ബൈര പറയുന്നു. ശിവയും ടീമും അവിടെ നിന്ന് ഇറങ്ങുന്നു. പക്ഷെ അവർക്ക് സംശയം കൂടി. രത്നഗിരിയിൽ നിന്ന് ആരും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആര് എന്ന ചോദ്യം ബാക്കിയായി. പിന്നീട് രത്നഗിരിയിൽ ആയുധ പൂജയ്ക്കുള്ള മത്സരം തുടങ്ങി. അത് കാണാനായിട്ട് ശിവയും ടീമും ബൈരയൊക്കെ ഉണ്ട്. അങ്ങനെ സിനിമയിലേതുപോലെ ബൈരയുടെ 4 ശിഷ്യന്മാരെ അടിച്ചിട്ടിട്ട് വര ജയിക്കുന്നു. അന്നാണെങ്കിൽ ബൈരയ്ക്ക് നാണക്കേടിന്റെ ദിവസമായിരുന്നു. കാരണം ബൈര ഇത്രയും നാൾ കൈവശം വെച്ച ആയുധങ്ങൾ വര കൈക്കലാക്കിയിരിക്കുന്നു. താൻ 12 കൊല്ലം അഭ്യാസം പഠിപ്പിച്ച ശിഷ്യന്മാരെ വര തോൽപ്പിച്ചിരിക്കുന്നു. ബൈരയ്ക്ക് നാണക്കേട് കൊണ്ട് അവിടെ നിൽക്കാൻ പോലും പറ്റിയില്ല. ആയുധ പൂജ വിജയിച്ച അന്ന് ആ നാട് വരയെ ആഘോഷിച്ചു. ആ ആഹ്ലാദങ്ങളെല്ലാം കണ്ട് ശിവയും ടീമും അന്ന് അവിടെ കൂടി. അന്ന് ശിവ നെയ്ക്കിന് വരേനെ പറ്റി ആ നാട്ടിൽ അന്വേഷിച്ചു. ദേവരയുടെ മകനാണ് വരയെന്നും കഴിഞ്ഞ 5 കൊല്ലമായിട്ട് വെളിയിൽ പഠിക്കാൻ പോയിരിക്കുവാണെന്നല്ല ഓരോ ആളുകൾ പറഞ്ഞിട്ട് ശിവ അറിഞ്ഞു. ശിവയുടെ മനസ്സിൽ ഇപ്പോഴും ആ ഡാൻസ് ക്ലബ്ബിൽ വെച്ച് കണ്ട വരയുടെ കണ്ണുകളാണ്. അങ്ങനെ പിറ്റേ ദിവസം ആകുന്നു. പിറ്റേ ദിവസം ബൈരയുടെ ടീമിലുള്ള സുദേവ് ശിവയുടെയും ടീമിന്റെയും അടുത്തേക്ക് വരുന്നു. അവരോടൊപ്പം വരാൻ പറയുന്നു. അങ്ങനെ സുദേവ് അവന്റെ സ്ഥലത്തേക്ക് ശിവയെയും ടീമിനെയും കൊണ്ടുപോകുന്നു. സുദേവ് കുഞ്ചറയുടെ മകനാണ്. ബൈരയുടെ ഒപ്പമാണ് നിൽക്കുന്നത്. ശിവയും ടീമും പയ്യേഴ്സ് ആണെന്ന് അറിഞ്ഞിട്ട് ബൈര അറിയാതെ ശിവയെ ചാക്കിലാക്കാനായിട്ട് വന്നതാണ് സുദേവ്. നിങ്ങളുടെ ലോഡ് ഞങ്ങൾ കടത്തി തരാമെന്നും മറ്റാരും അറിയരുതെന്നും നിങ്ങൾ പറഞ്ഞ പോലെ 5 ദിവസം മുന്നേ വന്ന ലോഡ് ആരും അറിയാതെ ഞങ്ങളാണ് കടത്തിയത്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലോഡ് ഞങ്ങൾ കടത്തി തരാമെന്നും ഡീല് പറയുന്നു. അപ്പോൾ ശിവ നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾക്കൊരു കൺസൈൻമെന്റ് ഉണ്ട്, നിങ്ങളും ഞങ്ങളുടെ ഒപ്പം പോരെ, ഞങ്ങളുടെ രീതിയും തന്ത്രങ്ങളും എല്ലാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറയുന്നു. പണ്ട് ഇവിടെ മുരുകനെയും തുളസിയെയും മാത്രം ആശ്രയിച്ചാണ് ദേവര ചരക്ക് കടത്തിക്കൊണ്ടിരുന്നത്. അന്ന് ബൈരയ്ക്ക് പുതിയ ഡീലറായ കേശവന് കിട്ടിയ പോലെയാണ് നിങ്ങളിപ്പോ എനിക്ക്. കേശവനോ അതാരാണെന്ന് ശിവ അവനോട് ചോദിക്കുന്നു. കേശവന്റെ ലോഡ് ബൈര കടത്തി തുടങ്ങിയ അന്ന് മുതലാണ് ദേവരയും ബൈരയും തമ്മിൽ തെറ്റിയത്. എന്റെ അച്ഛൻ കുഞ്ചറയെ ദേവര കൊന്നതിന് കാരണം ആ പ്രശ്നങ്ങളായിരുന്നു. മുരുകന്റെ ലോഡിൽ എന്തായിരുന്നെന്ന് മുരുകന് മാത്രമേ അറിയുള്ളായിരുന്നു. പക്ഷെ ഓരോ ലോഡും എന്താണെന്ന് ദേവര നോക്കാറുണ്ടായിരുന്നു. കാരണം നാടിന് ദോഷം വരുന്നത് അവൻ ചെയ്യാറില്ലായിരുന്നു. മുരുകൻ കടത്തിക്കൊണ്ടിരുന്നത് ഹൈബ്രിഡ് കഞ്ചാവും ആനക്കൊമ്പും ഓപ്പിയം എന്ന ലഹരി അടങ്ങുന്ന കണ്ടെയ്നേഴ്സ് ആയിരുന്നു. എല്ലാം ആഫ്രിക്കയിൽ നിന്നും ചൈനയിൽ നിന്നുള്ളതൊക്കെ ആയിരുന്നു. ആ ഗ്യാപ്പിലേക്കാണ് കേശവൻ ഇവിടെ വന്നത്. ഇവിടെ മുതൽ ഫ്ലാഷ് ബാക്ക് കൊടുക്കുന്നു. കേശവന്റെ റോൾ ചെയ്യുന്നത് ഡാഡി ഗിരിജിയാണ്. അങ്ങേര് ആന്ധ്രയിൽ ഒരു MP ആണ്. കൂടാതെ ഒരു ബിസിനസ് മാനും ആണ്. അയാളുടെ ലോഡുകൾ കടത്താനായിട്ട് സഹായം ചോദിച്ചാണ് കേശവൻ വന്നത്. രത്നഗിരിക്ക് ഓഫർ ചെയ്തത് മുരുകൻ കൊടുക്കുന്നതിന്റെ 5 ഇരട്ടി പൈസയായിരുന്നു. പക്ഷെ പുറമേക്കാരായിട്ട് ഞങ്ങൾ കച്ചവടത്തിന് ഇല്ലെന്ന് പറഞ്ഞ് ദേവര കേശവനെ പറഞ്ഞയച്ചു. പക്ഷെ പൈസയിൽ കഞ്ഞു മഞ്ഞളിച്ച ബൈര കേശവനായിട്ട് ഡീലിലെത്തി. അന്ന് മുതൽ ബൈരയും സുദേവിന്റെ അപ്പൻ കുഞ്ചറയും കൂടെ കേശവന്റെ ലോഡ് കടത്തി തുടങ്ങി. കേശവൻ കടത്തിയിരുന്നത് ആയുധങ്ങളായിരുന്നു. അത് ആയുധങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബൈരയും കുഞ്ചറയും അവരുടെ ഗ്യാങ്ങും ലോഡുകൾ കടത്തി തുടങ്ങിയതും. ഇതേ സമയം ദേവരയ്ക്ക് സംശയം തോന്നാതിരിക്കാൻ ഇവര് മുരുകന്റെ ലോഡും കടത്താൻ കൂട്ടുന്നു. മുരുകന്റെ ലോഡില്ലാത്ത പല ദിവസവും കുഞ്ചറയ്ക്കും ബൈരയുടെ ഒപ്പമുള്ളവർക്കും പകലൊക്കെ ഉറക്കക്ഷീണം ഉള്ളത് ദേവര നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് പിന്നിലുള്ള കാര്യം ദേവരയ്ക്ക് മനസ്സിലായില്ല. പക്ഷെ ഒരു ദിവസം മുരുകന്റെയും കേശവന്റെയും ലോഡ് ഒരേ ദിവസം വന്നു. അന്ന് ബൈരയുടെയും കുഞ്ചറയുടെ ഒപ്പം കൂടി ആരും ദേവരയ്ക്കൊപ്പം ചരക്കെടുത്താൻ പോയില്ല. ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അതിൽ സംശയം തോന്നിയ ദേവര രാത്രി തീരത്ത് പോയി നിന്നപ്പോ കേശവന്റെ ലോഡുമായിട്ട് കയറി വരുന്ന ബൈരയും കുഞ്ചറയും കണ്ടു. അന്ന് ദേവരയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ സുഹൃത്തായ ബൈര നോക്കിയെങ്കിലും ദേവര സമ്മതിച്ചില്ല. ദേവര കണ്ടെയ്നർ തുറന്നപ്പോൾ കണ്ടത് മുഴുവൻ ആയുധങ്ങളായിരുന്നു. ആ ലോഡ് മുഴുവൻ ദേവരയും സിംഗപ്പയും റായപ്പനും കൂടെ പിടിച്ചു വെച്ചു. കഞ്ചാവായാലും ആനക്കൊമ്പായാലും ആയുധങ്ങളായാലും നിങ്ങൾ ചെയ്യുന്നത് രാജ്യദ്രോഹ കുറ്റം തന്നെയാണെന്നും തെറ്റാണെന്നും ദേവരയുടെ മരിച്ചുപോയ സുഹൃത്തിന്റെ ആ നാടിന് വെളിയിൽ പോയി പഠിക്കുന്ന മകൻ പറഞ്ഞു മനസ്സിലാക്കി. അതിനുശേഷം ഇനി ആരും ചരക്ക് കടത്താൻ കടലിലേക്ക് ഇറങ്ങിയില്ലെന്നും അതിന് ഞാൻ സമ്മതിക്കില്ലെന്നും ദേവര അവിടെ കട്ടായം വിലക്കി. മുരുകനെയും തുളസിയെയും രത്നഗിരിയിലേക്ക് വിളിച്ചു വരുത്തി മേലിൽ ഞങ്ങൾ ഈ പണി ചെയ്യില്ലെന്നും കേശവൻ ഈ കരയിൽ കണ്ടുപോയരുതെന്ന് ബൈരയോട് പറഞ്ഞു. പിന്നീട് കേശവൻ ദേവരെ പിടിച്ചു വെച്ച തന്റെ ലോഡ് തിരിച്ചെടുക്കാനായിട്ട് രത്നഗിരിയിലേക്ക് അവന്റെ ആളുകളായിട്ട് വന്നു. പക്ഷെ ബൈരയും കുഞ്ചറയും ദേവരയുടെ ഒപ്പം നിന്നില്ല. അവിടെ നമ്മൾ ദേവരയുടെ ഒരു കിടിലം ഫൈറ്റ് പ്ലേസ് ചെയ്തു. കേശവന്റെ ആളുകളും മുഴുവൻ ഒറ്റയ്ക്ക് അടിച്ച് റൊട്ടിയാക്കി വിട്ടു. കൂടാതെ കേശവന്റെ മുന്നിൽ വെച്ച് ആ കണ്ടെയ്നർ പൊട്ടിച്ചു കളയുകയും ചെയ്തു. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ദേവരറിയാതെ ബൈരയും കുഞ്ചറയും കേശവന്റെ ലോഡ് കടത്താനായിട്ട് പോയി. അന്നാണ് അവരെ നരേന്റെ നേവി
ഓഫീസേഴ്സ് പിടിക്കുന്നത്. അവിടെ വെച്ച് നേവി ഓഫീസേഴ്സ് ബൈരയുടെ ഒപ്പം ഉണ്ടായിരുന്ന 8 പേരെ കൊന്നുകളഞ്ഞു. ആ ഫൈറ്റിൽ ബൈരയും കുഞ്ചറയും കൂടെ 6 നേവി ഓഫീസേഴ്സിനെയും തിരിച്ചു വന്നു. നേവി ഓഫീസേഴ്സിന്റെ ടീം ലീഡറായ നരേനെ അടിച്ച് റൊട്ടിയാക്കി വിടുകയും ചെയ്തു. ഭയങ്കര അഗ്രസീവ് ആയിട്ട് വയലൻസ് അറിഞ്ഞൊരു ഫൈറ്റ് ആയിരുന്നു അത്. തന്റെ നാട്ടിലെ 6 പേരെ കൊണ്ടുപോയി കൊലക്ക് കൊടുത്തുകൊണ്ടും ആദ്യമായിട്ട് രത്നഗിരിക്കാരൻ നേവി ഓഫീസേഴ്സ് പിടിച്ചതിനാലും ആ നാട്ടിൽ ബൈരയ്ക്കും കുഞ്ചറയ്ക്കും എതിരെ ദേവരയും നാട്ടുകാരും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇനി കടലിൽ ഇറങ്ങുന്നവനെ ദേവര കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പിന്നീട് ചരക്ക് കടത്താൻ കടലിൽ ഇറങ്ങാൻ അവർക്ക് പേടിയായിരുന്നു. കാരണം കൊടുങ്കാറ്റ് പോലെ ദേവര അവിടെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. നേവി ഓഫീസേഴ്സ് തങ്ങളുടെ കൂട്ടത്തിലെ ആളുകളെ കൊന്നതിന് പകരം ചോദിക്കാൻ രത്നഗിരിക്കാരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഈ സമയം ബൈര നേവി ഓഫീസേഴ്സിന്റെ അടുത്ത് ഒരു പാവത്താനെ പോലെ ചെന്ന് ദേവരെയാണ് നേവി ഓഫീസേഴ്സിനെ കൊന്നതെന്നും അവനെ ഞാൻ കുടുക്കി തരാമെന്നും പറഞ്ഞു. ഇതുപോലെ തന്നെ കേശവന്റെ അടുത്ത് നിന്നിട്ട് ദേവരയെ കൊല്ലാൻ ആളെ അയക്കാനും പറയുന്നു. ദേവരയെ കൊന്ന് സിംഗപ്പയെയും റായപ്പനെയും നേവി ഓഫീസേഴ്സിന് കൊടുത്ത് രത്നഗിരി ഒറ്റയ്ക്ക് സ്വന്തമാക്കുന്നതായിരുന്നു ബൈരയുടെ പ്ലാൻ. ബൈരയുടെ നിർദ്ദേശത്തോടെ കുഞ്ചറ രാത്രി ദേവരയെ കടൽ തീരത്ത് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് ദേവരയെ പുറകിൽ നിന്ന് കുഞ്ചറ കുത്തുന്നു. ദേവര കുഞ്ചറയെ കൊല്ലാൻ പോകുമ്പോഴേക്കും കേശവന്റെ ആളുകൾ ദേവരയെ ആക്രമിക്കാൻ വരുന്നു. അവിടെ ഒരു ബ്ലഡി വയലന്റ് ഫൈറ്റിലൂടെ എല്ലാവരെയും ദേവര കൊല്ലുന്നു. കൂടെ തന്നെ ചതിച്ച കുഞ്ചറയെയും ദേവര കൊല്ലുന്നു. ചെങ്കടൽ വീണ്ടും ചോരക്കടലായി. അവരുടെ ശവങ്ങൾ കൂട്ടിയിട്ട് അതിനടുത്തിരിക്കുന്ന ദേവരെയാണ് പിറ്റേന്ന് രത്നഗിരിക്കാരും ബൈരയും എല്ലാം കാണുന്നത്. ഈ സമയം ഒരു വലിയ സന്നാഹത്തോടെ നേവി ഓഫീസേഴ്സ് രത്നഗിരിയിലേക്ക് വരുന്നു. കൂടെ കേശവനുണ്ട്. നാട്ടുകാർ ദേവരയെ കൊണ്ടുപോകാൻ എതിർത്തെങ്കിലും നാടിന്റെ നല്ലതിന് വേണ്ടിയിട്ട് ദേവര നേവിയോടൊപ്പം പോകാൻ സമ്മതിച്ചു. ഈ സമയം ദേവരയുടെ മുന്നിൽ വെച്ച് ഇനി ഞങ്ങൾ ഇവിടെ ലോഡ് ഇറക്കുമെന്ന് കൊണയടിച്ച കേശവനെ ദേവര നേവി ഓഫീസേഴ്സിന്റെ മുന്നിൽ വെച്ച് തല വെട്ടി കൊന്നുകളയുന്നു. പിന്നീട് ദേവരയെ നേവി ഓഫീസേഴ്സ് കൊണ്ടുവന്നു. ഇനി ഒരിക്കലും ദേവര തിരിച്ചു വരില്ലെന്ന് ബൈരയ്ക്ക് ഉറപ്പായിരുന്നു. ദേവര പോയതിനു ശേഷം നേവി ഓഫീസേഴ്സ് ദേവരയെ എൻകൗണ്ടർ ചെയ്ത് കൊന്നു എന്ന വാർത്ത ആ നാട്ടിൽ എങ്ങും പാട്ടായി. ദേവര മരിച്ചതോടെ ബൈര മുരുകനെ വീണ്ടും ലോഡ് കടത്താൻ വിളിച്ചു വരുത്തി. പക്ഷെ ദേവരോടൊപ്പം നിന്ന് ആരും ചരക്ക് കടത്താൻ വരില്ലെന്ന് ബൈരയോട് പറഞ്ഞു. അങ്ങനെ ബൈര തന്റെ ഒപ്പം ഉണ്ടായിരുന്ന കുറച്ച് പേരായിട്ട് വീണ്ടും ചരക്ക് കടത്താൻ ഇറങ്ങി. അന്നും അവരെ നേവി ഓഫീസേഴ്സ് പിടിച്ചു. കൂട്ടത്തിൽ 8 പേരെ അവർ കൊന്നു. ബൈരയും കുറച്ച് ആളുകൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് തിരിച്ച് നാട്ടിൽ വന്നു. അന്ന് രക്ഷപ്പെട്ട ബൈരയ്ക്ക് ആ കുറച്ച് ആളുകൾക്കും നേവി ഓഫീസേഴ്സ് ആയിട്ടൊന്നും പൊരുതാൻ പോലും സാധിച്ചില്ല. വീണ്ടും നാട്ടിലെ ആളുകളെ കൊലക്ക് കൊടുത്ത് ബൈരയോടൊപ്പം ആര് ചരക്ക് കടത്താൻ പോകാതെ ഇനി ഈ നാട്ടിൽ നിന്നും ആരെയും ചരക്ക് കടത്താൻ കിട്ടില്ലെന്ന് മനസ്സിലായ ബൈര അഭ്യാസങ്ങൾ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കുറെ കുട്ടികളെ കൂടെ കൂട്ടി സകല അടവുകളും പഠിപ്പിച്ചു. അവര് ബൈരയോട് ഭയങ്കര ലോയൽ ആയിട്ട് മാറി. ബൈര എന്ത് പറഞ്ഞാലും അവര് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ബൈര എത്തിച്ചു. ബൈരയ്ക്ക് വേണ്ടി എന്തിനും പോകുന്നവരാക്കി. ഇവിടെ ഫ്ലാഷ് ബാക്ക് എൻഡ് ആവുന്നു. ആ ശിഷ്യന്മാരെയാണ് വര ഇന്ന് അടിച്ചിട്ടത്. അവന്റെ അച്ഛൻ ദേവരെ പോലെയാ. രൂപത്തിലും ഭാവത്തിലും ധൈര്യത്തിലും ബുദ്ധിയിലും എല്ലാം വര ദേവരെ പോലെ തന്നെയാണെന്ന് സുദേവ് ശിവയോട് പറയുന്നു. അങ്ങനെ ശിവ രാത്രി ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ സമയത്താണ് ശിവയും ടീമും പ്രകാശ് രാജിനെ കാണുന്നത്. ദേവര പണ്ടേ ഇവിടെ ചരക്കടത്തൽ വിലക്കിയതാണ്. നിങ്ങൾ ഇനി ഇവിടെ വന്ന് വീണ്ടും ഈ നാട്ടുകാരെ പ്രശ്നത്തിലാക്കരുത്. കുറച്ച് വർഷങ്ങളായിട്ട് നാട്ടിലെല്ലാവരും കേസും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നന്നായി പോയിക്കൊണ്ടിരിക്കുകയാണെന്നും നിങ്ങൾ ഈ നാട്ടിൽ നിന്നും പോകണമെന്നും സിംഗപ്പ അവരോട് പറയുന്നു. ബൈര ഇപ്പൊ ഒന്ന് ഒതുങ്ങി. ഇനി വര വേണം ഈ നാട് നോക്കാൻ. എപ്പോ വേണമെങ്കിലും ചാഞ്ചാടാവുന്ന ഒരു മനസ്സാണ് അവന്റേത്. അവന്റെ അപ്പനെ പോലെ തന്നെയാണ് അവനുമെന്ന് സിംഗപ്പ ശിവയോട് പറയുന്നു. ഞങ്ങൾ ഇവിടുന്ന് പോകാം, പക്ഷെ ഈ രാത്രി കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് ശിവ സിംഗപ്പയോട് പറയുന്നു. അപ്പൊ സിംഗപ്പ വരയുടെ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നു. അച്ഛനായ ദേവരയോട് വരയ്ക്ക് വലിയ ആരാധനയായിരുന്നു. അച്ഛന്റെ സാഹസിക കഥകൾ കേട്ടാണ് അവൻ വളർന്നത്. അച്ഛനെ പോലെ ആകണം, അതായിരുന്നു അവന്റെ ആഗ്രഹം. ദേവര മരിച്ചതിന് ശേഷം വര കരയിലെ കുട്ടികളായിട്ട് എപ്പോഴും അടിപിടിയായിരുന്നു. അവന്റെ അച്ഛനെ തപ്പിയിട്ട് ഈ ചെങ്കടൽ ഒറ്റയ്ക്ക് നീന്തുമായിരുന്നു. അച്ഛനെ കൊന്ന നേവി ഓഫീസേഴ്സിനെ കൊല്ലാനായിട്ട് രാത്രികളിൽ അവൻ ഒറ്റയ്ക്ക് ബോട്ട് എടുത്ത് കടലിലേക്ക് പോവായിരുന്നു. അച്ഛനെ കൊന്ന നേവിക്കാരോട് അവന് തീർത്താൽ തീരാത്ത പകയുണ്ടായിരുന്നു. ഈ നേവി ഓഫീസേഴ്സായിട്ട് പോരിടാനുള്ള അഭ്യാസങ്ങൾ പഠിക്കാനായിട്ട് അവൻ ബൈരയുടെ ഒപ്പം വരെ ചേർന്നു. പക്ഷെ ഞാനും അവന്റെ അമ്മയും കൂടെ അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിച്ചു. വീണ്ടും അവൻ കുട്ടികളായിട്ട് വഴക്കുണ്ടാക്കിയ സങ്കടത്തിൽ അവന്റെ അമ്മ കടലിൽ ചാടി ചാകാൻ ശ്രമിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെട്ട അവന്റെ അമ്മ അവനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു, ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. അവൻ അത് പാലിച്ചിട്ടേ ഉള്ളൂ. പിന്നീട് 5 കൊല്ലം ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ അവനെ വേറെ നാട്ടിലേക്ക് പഠിക്കാനായിട്ട് പറഞ്ഞയച്ചു. അവനാണെങ്കിൽ ഇപ്പോൾ പുതിയ ബോട്ടൊക്കെ പണിത് കല്യാണമൊക്കെ കഴിച്ച് വലിയ മീൻപിടുത്തക്കാരനൊക്കെ ആയിട്ട് ജീവിക്കണമെന്ന ആഗ്രഹം. അവന്റെ അച്ഛനെ നേവി ഓഫീസേഴ്സിനോടുള്ള പക അവൻ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. ഉള്ളിൽ അതൊരു കനലായിട്ട് ഇപ്പോഴും ഉണ്ട്. വരയെ പോലെ തന്നെ ഒരു നല്ല ജീവിത സ്വപ്നം കണ്ട് ഇവിടെ ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. നിങ്ങളായിട്ട് അതിനെതിരെ നിൽക്കരുത്. വീണ്ടും ഈ രത്നഗിരിക്കാരെ കള്ളക്കടത്തുകാരനാക്കരുതെന്ന് സിംഗപ്പ ശിവയോടും ഗ്യാങ്ങിനോടും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം സുദേവ് കടലിൽ പോകാനായിട്ട് ശിവയെയും ടീമിനെയും വന്ന് വിളിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ ബോട്ടിൽ കടലിലേക്ക് പോവുകയാണ്. ഒരുപാട് ബോട്ടുകളിലായിട്ടാണ് അവർ പോകുന്നത്. ആ സമയം അവരെല്ലാവരും സഞ്ചരിക്കുന്ന ബോട്ടുകളിലെ ഒരു അറ തുറന്നിട്ട് ആ അറയിൽ നിന്നും ഓരോ തോക്കുകൾ എടുത്ത് കൈ പിടിക്കുകയാണ്. എല്ലാവരും തോക്കുകളിൽ സൈലൻസറും പിടിപ്പിക്കുന്നുണ്ട്. തോക്കുകളാണെങ്കിൽ മോസ്റ്റ് മോഡേൺ വെപ്പൺസ്. അത് കണ്ടിട്ട് ശിവയും ടീമും ഞെട്ടുകയാണ്. നിങ്ങൾ പേടിക്കണ്ട, നേവിക്കാരുടെ മുന്നിൽ പെട്ട രക്ഷപ്പെടണ്ടേ, അതിനുവേണ്ടിയാണ് നമ്മുടെ ക്യാപ്റ്റൻ ഏർപ്പാടാക്കിയതാണ് ഇതെല്ലാം. അത്രയ്ക്ക് ബുദ്ധിശാലിയാണ് നമ്മുടെ ക്യാപ്റ്റൻ ഒന്ന് എത്തിക്കോട്ടെ, ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ എങ്ങനെ ചരക്കെടുക്കുന്നതെന്ന് സുദേവ് ശിവയോടും ടീമിനോടും പറയുന്നു. ഈ സമയം അവര് ഒരു വലിയ കപ്പലിനടുത്തേക്ക് എത്തുന്നു. സുദേവ് കടലിന്റെ അക്കരയ്ക്ക് ഇരുട്ടിലേക്ക് ടോർച്ച് അടിക്കുമ്പോൾ ആ ഇരുട്ടിൽ നിന്ന് തിരിച്ചു ആരോ ടോർച്ച് അടിക്കുന്നുണ്ട്. നമ്മുടെ ക്യാപ്റ്റൻ വരുന്നുണ്ടെന്ന് സുദേവ് പറയുമ്പോൾ അകലിൽ നിന്നും ഒരു ബോട്ട് വരും. അതിൽ വരുന്നത് വരയാണ്. അനിയുടെ കിടു ബീജം ഒക്കെ ആയിട്ടാണ് വരുന്നത്. അവൻ അവരുടെ അടുത്തേക്ക് എത്തുന്നു. വര ശിവയോട്, നിങ്ങൾ എന്നെ പറ്റി കുറെ അന്വേഷിച്ചെന്ന് തോന്നുന്നു.
നിങ്ങൾ പോലീസാണെന്ന് ഞങ്ങൾക്ക് ആദ്യമേ മനസ്സിലായി. പിന്നെ എന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കിന് പുറത്താണ് ഞാൻ നിങ്ങൾ അവിടെ വെച്ചൊന്നും ചെയ്യാതെ വിട്ടത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇതെന്റെ കടലാണ്. നിങ്ങൾ വലിയ പോലീസല്ലേ, ഞങ്ങൾ ചരക്കെടുക്കുന്നത് തടയാൻ പറ്റുമോ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ഒരു കറുത്ത കണ്ണും ചുണ്ടും മാത്രം പുറത്ത് കാണുന്ന മാസ്ക് എടുത്ത് മുഖത്തിടുന്നു. അപ്പൊ ശിവ, നിന്നെ തന്നെയല്ലേ ഞാൻ അന്ന് അവിടെ കണ്ടത്, നീ ദയാ ഗ്യാങ്ങിലുള്ളതാണെങ്കിൽ പിന്നെ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അവരെല്ലാം കടലിലേക്ക് ചാടി കപ്പലിലേക്ക് കയറുന്നു. ശിവയുടെ ബോട്ടിന് മുന്നിൽ വേറെ ബോട്ടുകളിലായിട്ട് 4 പേരുണ്ട്. അവര് ശിവയും ടീമിനെയും ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുകയാണ്. കപ്പലിൽ നിന്ന് പെട്ടെന്ന് ഒരു കണ്ടെയ്നർ താഴേക്ക് വീഴുന്നു. ഈ സമയം ശിവയുടെ ഗ്യാങ്ങിലെ ഒരു മെമ്പർ മുന്നിലെ ബോട്ടിലേക്ക് ചാടി അതിലൊരാളുടെ തോക്ക് വാങ്ങിയെടുക്കുമ്പോഴേക്കും സൈലൻസർ പിടിച്ച ഒരു പിസ്റ്റൾ കൊണ്ട് വര വലിയ കപ്പലിന് മുകളിൽ നിന്ന് ആ ഓഫീസറിനെ ഹെഡ് ഷൂട്ട് ചെയ്തു. ഈ സമയം വര മാസ്ക് വെച്ചിട്ടില്ല. ഇവിടെ നമ്മൾ അനിയുടെ ഒരു കിടു BGM പ്ലേസ് ചെയ്യുന്നുണ്ട്. അയാൾ വെടികൊണ്ട് നേരെ കടലിലേക്ക് വീഴുന്നു. കൂട്ടത്തിൽ ഒരുത്തരെ കൊല്ലുന്ന കണ്ടിട്ട് ശിവയ്ക്കും ടീമിലെ ബാക്കിയുള്ളവർക്ക് ഒന്നും ചെയ്യാനായില്ല. പെട്ടെന്ന് കപ്പലിന് മുകളിൽ നിന്ന് വരയും വരയുടെ ഗ്യാങ് എല്ലാം കടലിലോട്ട് ചാടുന്നു. എന്നിട്ട് അവരവരുടെ ബോട്ടിലേക്ക് കയറുന്നു. എന്നിട്ട് ശിവയെ നോക്കിയിട്ട് വരാം, കണ്ടല്ലോ രത്നഗിരിയെ എതിർത്താൽ ഇതായിരിക്കും ഗതി. ഈ രാത്രി നിങ്ങൾ കണ്ടതെല്ലാം മറന്നേക്കണം, അല്ലെങ്കിൽ ഓർക്കാൻ നിങ്ങൾ ഉണ്ടാവില്ല. ശരിക്കും നീ ആരാ? നിന്നെയല്ല ഞാൻ ദയാ ഗ്യാങ്ങിനൊപ്പം കണ്ടതെന്ന് ശിവ വരയോട് ചോദിക്കുമ്പോൾ, നീ ഈ പറയുന്ന ഗ്യാങ്ങിനെ എനിക്കറിയില്ല, ഇതാണ് എന്റെ ഗ്യാങ്, ഞാനാണ് ഇവരുടെ ക്യാപ്റ്റൻ, ഇതാണ് ഞങ്ങളുടെ തൊഴിൽ, ഇതായിരുന്നു എന്റെ അച്ഛന്റെയും തൊഴിൽ, എന്റെ അച്ഛനെ കൊന്ന നേവി ഓഫീസേഴ്സിനെ ഞാൻ കാണും വരെ ഇത് തുടരും. അതുകൊണ്ട് ഇനി നിങ്ങൾ ഞങ്ങളുടെ കുറുകെ വരരുത്. വന്നാൽ ഇതുപോലെ ഒരു തുള നിങ്ങളുടെ തലയിലും വീഴും. ഇത് സിനിമയിലെ നായകൻ പറയുന്ന പോലുള്ള വാക്കല്ല, എന്ത് ചെയ്യാൻ മടിയില്ലാത്ത വില്ലൻ പറയുന്ന വാക്കാണ്. വരയുടെ വാക്ക് എന്ന് പറഞ്ഞിട്ട് വര ഒറ്റയ്ക്ക് അവന്റെ ബോട്ടിൽ കയറി പോകുന്നു. കണ്ടെയ്നറായിട്ട് കുറച്ച് ബോട്ടുകൾ വരയുടെ പിന്നാലെയും പോകുന്നു. ആ സമയം വര കൊന്ന ഓഫീസറിന്റെ ശവം ആ കടലിൽ കിടക്കുന്നതും കാണിക്കുന്നു. സുദേവും കുറച്ചുപേര് ശിവയെയും ടീമിനെയും തിരികെ തീരത്തേക്ക് കൊണ്ടുവന്നു. തീരത്തെത്തുമ്പോൾ കുട്ടകളായിട്ട് ആ നാട്ടിലെ ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. നിങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ല എന്നൊക്കെ ചോദിച്ച് സുദേവിനെയും ഗ്യാങ്ങിനെയും ഓരോരുത്തർ കളിയാക്കുന്നുണ്ട്. ശിവയും ടീമും സുഹൃത്തിനെ കൊന്ന വിഷമത്തിൽ തല കുനിച്ച് നടക്കുമ്പോൾ അകലെ ഒറ്റയ്ക്ക് ഒരു ബോട്ടിൽ തോളിൽ ഒരു വീശുവലയൊക്കെ ആയിട്ട് വര തീരത്തേക്ക് വരുന്നു. ഇവിടെ നമ്മൾ അനിയുടെ ഒരു കിടു BGM ഒക്കെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അവന്റെ പിന്നാലെ കണ്ടെയ്നർ ആയിട്ട് അവന്റെ ഒപ്പം പോയ ബോട്ടുകളുണ്ട്. എല്ലാ ബോട്ടുകളും നിറയെ മീനുകളായിട്ടാണ് അവർ തീരത്തേക്ക് വന്നു കയറുന്നത്. ബോട്ടുകളുടെ അടുത്തേക്ക് എത്തുന്ന ആളുകളുടെ ഇടയിലൂടെ ശിവ വരയെ നോക്കുമ്പോൾ വര ശിവയെ നോക്കി കണ്ണിറുക്കി കാണിക്കുന്നു. ശിവയും ടീമും അവർ വന്ന ബോട്ടുമായി പോകും. ഈ സമയം സുദേവ് വരയുടെ അടുത്ത് വന്ന് പൈസ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ വര തിരിച്ച് മുഴുവനും കിട്ടി, നാളെ രാത്രി പണിയുണ്ട്, പിള്ളേരോട് റെഡി ആയിക്കോളാൻ പറയുന്നു പറഞ്ഞിട്ട് വര അവിടെ നിന്ന് പോകുന്നു. സുദേവ് വരയുടെ പിന്നാലെ പോകുന്നു. നാളെ എന്റെ കല്യാണ നിശ്ചയമാണ്, അതുകൊണ്ട് ഞാൻ നാളെ ഉണ്ടാവില്ല, ഈ ഡീലിൽ നീയാണ് ക്യാപ്റ്റൻ എന്ന് സുദേവിനോട് വര പറയുന്നു. സുദേവിന് അത് സന്തോഷമായി. ഈ സമയം തന്നെ ശിവയും ടീമും അവരുടെ ഓഫീസിലേക്ക് എത്തും. ഈ സമയം ഒരു മെയിൽ ഓഫീസർ ശിവയുടെ ഗ്യാങ്ങിന്റെ അടുത്തേക്ക് വരുന്നു. രത്നഗിരിയിൽ നടന്നതെല്ലാം പറയുന്നു. അയാൾ ശിവയോട്, നിങ്ങൾ ഇവിടുന്ന് മാറിയുന്ന 2 ദിവസത്തിൽ ഇവിടെ 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, യതി ഗ്യാങ്ങും ദയാ ഗ്യാങ്ങും ബോംബെയിലെ സ്റ്റാർ കാസ്റ്റിൽ വെച്ച് ഏറ്റുമുട്ടും. അത് കേട്ട് ശിവ ഞെട്ടുന്നു. അവിടെ വന്ന 21 യതി ഗ്യാങ് മെമ്പേഴ്സിനെയും ദയാ ഗ്യാങ് കൊന്നുകളഞ്ഞു. എന്താണ് രണ്ടാമത്തെ കാര്യമെന്ന് ശിവ ആ ഓഫീസറിനോട് ചോദിക്കുന്നു. ഇവിടെ മുതൽ പാരലൽ സീൻസ് ആണ്. ഈ സമയം രത്നഗിരിയിൽ വരയുടെ പെണ്ണുകാണൽ പരിപാടിയും സുദേവ് തന്റെ ഗ്യാങ്ങുകളെ കൂട്ടി ചരക്കെടുക്കാൻ കടലിൽ പോകുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ശിവയുടെ ഭാഗത്തിലേക്ക് വരുന്നു. ഈ അറ്റാക്കിനെയും വെല്ലുവിളിയെ പറ്റി രഹസ്യ വിവരം കിട്ടിയ ഒരു മാധ്യമ പ്രവർത്തകൻ അത് ഷൂട്ട് ചെയ്യാനായിട്ട് അവിടെ പോയിരുന്നു സ്റ്റാർ കാസ്റ്റിൽ. അവിടെ നിന്ന് അയാൾ എടുത്ത കുറച്ച് വീഡിയോസ് നമുക്ക് കിട്ടി. ഈ സമയം ആയുധങ്ങളെല്ലാം സെറ്റാക്കി സുദേവും ഗ്യാങ്ങും കപ്പലിൽ കയറാനായിട്ട് തുടങ്ങുന്നു. കപ്പലിലേക്ക് കയറിയതും അവിടുന്ന് ഇവിടുന്ന് കറുത്ത മാസ്ക് ഇട്ട ദയാ ഗ്യാങ് അവർ ചറപറ വീഡിയോ വെക്കുകയാണ്. എല്ലാവരും മരിച്ചു വീണു. സുദേവ് മാത്രമാണ് ജീവനോടുള്ളത്. അവൻ പേടിച്ചു വരച്ച് നിൽക്കുകയാണ്. നേവി ഓഫീസേഴ്സ് ഒരാൾ പോലും ആ കപ്പലില്ല. പകരം അവിടെ ഉള്ളത് മുഴുവൻ മുഖം മൂടിയിട്ട ദയാ ഗ്യാങ് ആണ്. സുദേവും ഗ്യാങ്ങും വന്ന ബോട്ടുകൾ അവർ ഗ്രനേഡ് എറിഞ്ഞ് പൊട്ടിക്കുന്നു. സുദേവ് എടുക്കാൻ വന്ന കണ്ടെയ്നർ അവർ കടലിലിട്ട് പൊട്ടിത്തെറിപ്പിക്കുന്നു. അങ്ങ് ദൂരെ കടലിൽ സ്ഫോടനങ്ങൾ നടക്കുന്നത് കണ്ട് ബൈരയും വരയും നാട്ടുകാരെല്ലാം ബീച്ചിലേക്ക് ഓടിയെത്തുന്നു. ഇതേ സമയം ശിവയോട് ഓഫീസർ നമുക്ക് ദയാ ഗ്യാങ്ങിലെ ഒരാളുടെ ഫോട്ടോഗ്രാഫ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അവരുടെ ഗ്യാങ്ങിലെ ഒരാളുടെ മുഖം റിവീൽ ആകുന്നത് ഇതാദ്യമായിട്ടാണ്. ഐ തിങ്ക് ഡ്രസ്സിങ്ങും ഗ്യാങ്ങിന് അവനോടുള്ള ബഹുമാനമൊക്കെ കണ്ടിട്ട് ദയാ ഗ്യാങ്ങിന്റെ ലീഡർ അവനാണെന്ന് തോന്നുന്നത്. എന്നിട്ട് ശിവയ്ക്ക് ആ ഓഫീസർ ഒരു പ്രൊജക്ടർ സ്ക്രീനിലെ ഒരു വീഡിയോ ഫുട്ടേജ് കാണിക്കുന്നു. ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങുന്നു. അയാൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ കാറിന് ചുറ്റും മുഖം മൂടിയിട്ട ആളുകൾ അയാൾ വണങ്ങി നിൽക്കുകയാണ്. പക്ഷെ ആ വീഡിയോയിൽ കാറിൽ നിന്ന് ഇറങ്ങുന്ന ആളുടെ മുഖം പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഈ സമയം ഒരു പലക കഷ്ണത്തിൽ പിടിച്ചുകൊണ്ട് സുദേവ് രത്നഗിരിയിലേക്ക് എത്തുന്നു. നീ വീണ്ടും ചരക്ക് കടത്താൻ ഇറങ്ങിയെന്ന് ചോദിച്ച് ബൈര സുദേവിനെ തല്ലി തുറക്കുന്നു. തല്ലി കിട്ടി ക്ഷീണിച്ച സുദേവ് ഞങ്ങളുടെ ക്യാപ്റ്റൻ വരയാണെന്ന് റിവീൽ ചെയ്യുമ്പോൾ ആ നാട് മുഴുവൻ ഞെട്ടുന്നു. ബൈര വരയെ അവിടെ ഇട്ട് പട്ടിയെ പോലെ തല്ലുന്നു. വരയുടെ അമ്മ ദേഷ്യം കൊണ്ട് ഇനി മുതൽ നീ എന്റെ മകനല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അത് കണ്ട് ദേഷ്യം വന്ന വര ബൈരയെ തിരിച്ചു തല്ലാൻ തുടങ്ങുമ്പോഴേക്കും സുദേവ് രണ്ടാളോടും ഇതൊന്നും നിർത്താനും ഞങ്ങളെ ആക്രമിച്ചത് ആരാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടുമെന്ന് പറയുന്നു. നേരെ കപ്പലിൽ നടന്ന ഫ്ലാഷ് ബാക്ക്. കപ്പലിൽ സുദേവിന്റെ ഗ്യാങ്ങിനെ എല്ലാവരെയും കൊന്നു കഴിഞ്ഞു. സുദേവിന് മാത്രം ബാക്കി വെച്ചു. സുദേവിന്റെ മുന്നിലേക്ക് ഒരാൾ എത്തുന്നു. അയാളുടെ മുഖം മൂടിയിരുന്നു. പക്ഷെ അത് ആരാണെന്ന് നമ്മൾ പ്രേക്ഷകർക്ക് ഇപ്പൊ കാണിക്കുന്നില്ല. സുദേവ് അയാളെ കണ്ട് ഞെട്ടി നിൽക്കുമ്പോൾ അയാൾ സുദേവിനോട് നിങ്ങളോട് പറഞ്ഞല്ലേ ഇനി കടലിൽ ഇറങ്ങരുതെന്ന്, എന്റെ വാക്ക് ധിക്കരിക്കുന്നവൻ ആരായാലും ഞാൻ അവന് വേണ്ടി ഈ കടൽ താണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സുദേവിനെ ചവിട്ടി കടലിലേക്ക് ഇടുന്നു. ബൈര അപ്പോൾ സുദേവിനോട് നീ ആരെയാ അവിടെ കണ്ടത് എന്ന് സുദേവിനോട് ചോദിക്കുമ്പോൾ വിറച്ച് സുദേവ് ആ പേര് പറയാൻ തുടങ്ങുമ്പോഴേക്കും കടലിന്റെ അറ്റത്ത് ഇരുട്ടിൽ നിന്നും സുദേവിന്റെ തലയ്ക്ക് നേർക്കൊരു ലേസർ വരും. ആ ലേസർ പിന്നെ ഒരു ഗൺഷോട്ട് ആയിട്ട് മാറുന്നു. ആ ഗൺഷോട്ട് കിട്ടിയിട്ട് അവൻ ചത്തി വീഴുന്നു. എല്ലാവരും കടലിലേക്ക് നോക്കുമ്പോൾ കടലിലൊരു കപ്പൽ ഒരു ഇടിമിന്നൽ വെളിച്ചത്തിൽ
ഒരാള് ആ കപ്പലിന്റെ തുഞ്ചത്ത് തോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അത് കണ്ട് ദേഷ്യം വന്ന വര തീരത്തെ ബോട്ടെടുത്ത് ദേഷ്യത്തിലെ കപ്പലൊക്കെ എടുക്കുന്നിടത്തേക്ക് കുതിക്കുന്നു. ഈ സമയം പ്രൊജക്ടർ സ്ക്രീനിൽ ശിവയുടെ മുന്നിൽ ഒരു ഫോട്ടോ തെളിഞ്ഞു വരികയാണ്. ആ ഫോട്ടോ കണ്ട് ശിവ ഞെട്ടി എണീക്കുന്നു. ഇതേ സമയം വര തന്റെ ബോട്ടുമായിട്ട് കപ്പലിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നു. വര അവന്റെ ബോട്ടിന്റെ തുഞ്ചത്ത് കയറി കപ്പലിലേക്ക് നോക്കി ധൈര്യം ഉണ്ടെങ്കിൽ നേർക്ക് നേരെ വരാൻ പറയുമ്പോൾ ചുരുളം മുടിയുള്ള ഒരാൾ ആ കപ്പലിന്റെ തുഞ്ചത്തേക്ക് നടന്നു വരുന്നു. അയാളുടെ ഷോൾഡർ ഷോട്ടിൽ നിന്ന് വരയെ കാണിക്കുമ്പോൾ വര അയാളെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. അയാളുടെ കണ്ണുകൾ മാത്രം നമ്മൾ കാണിക്കുമ്പോൾ നേരെ ശിവ സ്ക്രീനിൽ കണ്ട ഫോട്ടോ നമ്മൾ റിവീൽ ചെയ്യുന്നു. അത് ചുരുളം മുടിയുള്ള വയസ്സായ ദേവരയുടെ പടമാണ്. ശിവയോട് ആ ഓഫീസർ ഐ തിങ്ക് ഹി ഈസ് ദ ലീഡർ ഓഫ് ദയ ഗ്യാങ് എന്ന് പറയുന്നു. ആ സമയം ശിവയുടെ മനസ്സിൽ മിന്നി മാറിപ്പോകുന്നത് ഡാൻസ് ക്ലബ്ബിൽ കണ്ട കണ്ണുകളും വരയുടെ കണ്ണുകളുമാണ്. ദേവരയുടെ പടം കണ്ട ശിവയുടെ ടീമും ഞെട്ടുന്നുണ്ട്. കാരണം രത്നഗിരിയിൽ വെച്ച് കണ്ട വരയുടെ അതേ മുഖം. ഇതേ സമയം കടലിൽ ഒരു വലിയ ഇടിമിന്നൽ വെട്ടുമ്പോൾ കപ്പലിന്റെ തുഞ്ചത്ത് ഒരു രാജാവിനെ പോലെ നിൽക്കുന്ന ദേവരയുടെ മുഖം നമ്മൾ റിവീൽ ചെയ്യുന്നു. കടലിൽ ബോട്ടിന്റെ തുഞ്ചത്ത് വര ദേവരയും കപ്പലിന്റെ തുഞ്ചത്ത് ദേവര വരയും നോക്കി നിൽക്കുന്ന ലോങ് ഷോട്ട് കാണിച്ചിട്ട് ഇവിടെ ദേവര 2 എന്ന് എഴുതി കാണിക്കുന്നു. ഇവിടെ ദേവര 1 കഴിയുന്നു. സോ ഗൈസ്, എന്റെ കൺസെപ്റ്റിലുള്ള ദേവര എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. ഏകദേശം 3 ദിവസം മാത്രം എടുത്ത് എഴുതിയ ഒരു കഥയാണ്. സോ കുറച്ച് ഏറ്റക്കുറിച്ചുകളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി 20K സബ്സ്ക്രൈബേഴ്സിലേക്ക് നീങ്ങുകയാണ്. കൂടെ നിന്ന് എല്ലാവർക്കും ബിഗ് താങ്ക്. അപ്പോൾ കൂടുതൽ വൈകിപ്പിക്കുന്നില്ല. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.